എല്ലാവർക്കും സുഖമല്ലേ? ചട്ടിക്കല്ലൻ ചാനലിന്റെ അടുത്ത വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ മാമാടെ വീട്ടിലാണേ. നമ്മൾ കുറച്ച് ലേറ്റായി കേട്ടോ വന്നപ്പോൾ. അപ്പോഴത്തേക്കും ഇവിടെ ഒരുവിധം ജോലികളെല്ലാം ഇവിടെ തീർന്നു കഴിഞ്ഞിരുന്നു. മാമ രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നേ, നോമ്പ് മുറിയുണ്ട്, വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ രാവിലെ നീ അങ്ങ് എത്തണം. പക്ഷെ എത്താൻ പറ്റിയില്ല കേട്ടോ, ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. പോയിട്ടൊക്കെ വന്നപ്പോൾ ഇവിടെ ഒരുവിധം ജോലിയൊക്കെ തീർന്നു കേട്ടോ. അതിൻ്റെ ഒരു നിരാശ കൂടിയുണ്ടേ. ഞങ്ങൾ ചെന്നപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ അത് തൊട്ടങ്ങ് വെച്ച് പിടിച്ചു. ഇന്ന് വീട്ടിലെ നോമ്പുതുറ മാത്രമല്ല കേട്ടോ, തക്യാവിലേക്കുള്ള നോമ്പുതുറയും കൂടിയാണ്. പിന്നെ തറാവി നമസ്കാരം കഴിഞ്ഞും തക്യാവിലേക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ പഴംപൊരിയും ചിക്കൻ കട്ട്ലറ്റൊക്കെ റെഡിയാവുന്നുണ്ട്. ചിക്കൻ കഴിക്കാത്തവർക്ക് വെജിറ്റബിൾ കട്ട്ലറ്റുമുണ്ട്. തക്യാവിൽ കൊടുക്കാനും നമുക്കും ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കഴുകി വൃത്തിയാക്കി മുറിച്ചു വെച്ചു. നല്ല ജ്യൂസ് മുന്തിരി ഉണ്ടായിരുന്നേ, അതും ബോയിൽ ചെയ്ത് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. ചായ ഒഴിച്ച് കെറ്റിലാക്കി ഫ്രൂട്ട്സൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചു. കഞ്ഞിയും ഒഴിച്ച് മാറ്റി വെച്ചു. നോമ്പ് തുറക്കാനുള്ള സമയം ഇങ്ങനെ അടുത്തോണ്ടിരിക്കുവാണേ. എല്ലാം ധൃതിയിൽ സെറ്റാക്കി. മാമ നോമ്പ് തുറയ്ക്കുള്ള സാധനങ്ങളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി വണ്ടിയിൽ വെച്ചു. തക്യാവിലേക്കുള്ള നോമ്പ് തുറയ്ക്കാനുള്ള സാധനങ്ങളുമായി മാമ തക്യാവിലേക്ക് പോയി. ഇനി വീട്ടിലെ നോമ്പ് തുറയ്ക്കുള്ള ഒരുക്കങ്ങളാണേ. വീട്ടിലെ നോമ്പ് തുറയ്ക്കുള്ള എല്ലാം മേശപ്പുറത്ത് നിരത്തി എല്ലാവരും കൂടി നോമ്പ് തുറന്നു. നോമ്പ് തുറന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് തറാവി നമസ്കാരത്തിന് ശേഷം തക്യാവിലേക്ക് കൊടുക്കാനുള്ള പാക്കിംഗ് ആണ് ഇനി. അതെല്ലാവരും കൂടി പാക്ക് ചെയ്തു. ഈ പാക്ക് ചെയ്യുന്ന സമയത്ത് പിള്ളേരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ചെറുതിലെ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നേ. റമദാൻ മാസത്തിൽ എന്നും ഈ കാഴ്ചകൾ കൂടെ കാണുമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോരുത്തർക്കും. പാക്ക് ചെയ്ത പൊതിയെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി നിരത്തി. മാമ ഇതെല്ലാം കൊണ്ട് തക്യാവിലേക്കാണ് കേട്ടോ. തക്യാവിൽ പോണ കൂട്ടത്തില് നമ്മളെയും കൂടി വീട്ടിലോട്ടാക്കി തരും കേട്ടോ. അപ്പൊ ഇത്രയുള്ള നാമത്തറ വിശേഷങ്ങൾ. ഇനിയും കാണാൻ ബൈ.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.